വെച്ചാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. 3 പേർ മരിച്ചു, നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 2:30-ക്കും 3 മണിക്കും ഇടയിലാണ് സ്ഫോടനമുണ്ടായത്. 40ഓളം തൊഴിലാളികളായിരുന്നു ഉണ്ടായത് എന്നാണ് കരുതുന്നത്. ഗുരുതര സാഹചര്യമാണ് അപകട സ്ഥലത്തുള്ളത്. ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതറി. തുടർ സ്ഫോടനങ്ങൾ നടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട്. നിരവധി ആംബുലൻസുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആശുപത്രികൾ സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനും പൂരം കഴിഞ്ഞുള്ള വെടിക്കെട്ടിനുമുള്ള കരിമരുന്നാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ബ്യൂറോ പ്രതിനിധി റഷീദ് എരുമപ്പെട്ടി മുണ്ടത്തിക്കോട് നിന്നും ചേരുന്നു. റഷീദ്, എന്തൊക്കെയാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ? സാഹചര്യമാണ് ഇപ്പോഴും പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാടശേഖരത്തിന് സമീപമുള്ള പറമ്പിലാണ് ഈ വെടിക്കെട്ടുപുര ഉള്ളത്. ഈ പാടശേഖരത്തിലാണ് ഇപ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ആംബുലൻസ് പ്രവർത്തകരും എല്ലാം ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴും ഭീകരമായ രീതിയിൽ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടുകളും മറ്റും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനത്തെ ഇത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 3 പേരിലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാടശേഖരത്തിലേക്ക് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി തെറിച്ചിരിക്കുന്നു എന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നു. അതുപോലെ തന്നെ 40ഓളം പേർ ഈ വെടിക്കെട്ട് ശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 25 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം മുളങ്ങുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 20ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പ്രദേശവാസികളിൽ ലഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 5 പേർ സ്ത്രീകളുണ്ട് എന്നും പറയുന്നു. എന്തായാലും ശരീരഭാഗങ്ങളിൽ നിന്നും തൊട്ടടുത്ത പറമ്പുകളിൽ നിന്നും അത് തന്നെ പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ മേഖലയിലെ വീടുകളിലെ മേൽക്കൂരയിലെ ഓടുകളും തകർന്നിട്ടുണ്ട്, ചില്ലുകളും തകർന്നിട്ടുണ്ട്. വലിയ ഭീകരമായ ഒരു അവസ്ഥയാണ് പ്രദേശത്തുള്ളത്. ആളുകളെല്ലാം വലിയ പരിഭ്രാന്തിയിലാണ്. ഇപ്പോഴും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ആംബുലൻസ് പ്രവർത്തകരും എല്ലാം രക്ഷാപ്രവർത്തനം സജ്ജരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയ ഒരു അപകടമാണ് സമീപ കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും വലിയൊരു വെടിക്കെട്ട് അപകടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നിഗമനം. ഒരു 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 20-ലധികം പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫയർഫോഴ്സ്